എങ്കിൽ പിന്നെ അത് നമ്മുടെ ഗോഡൌണിലേക്ക് മാറ്റിക്കോ. അപ്പോ അതിനാരാ കാവല്? അതിന് അവന്മാരെ തന്നെ കൂട്ടിക്കോ. അവരുടെ സെറ്റപ്പിൽ വിഗ്രഹങ്ങൾ സൂക്ഷിക്കണ്ട. അത് നമ്മുടെ അണ്ടറിലാവുമ്പോ അത് അവർക്കത് എടുക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കാൻ ധൈര്യം വരില്ല. ഓക്കെ, നാളെ തന്നെ ഞാൻ അവരെ വിഗ്രഹങ്ങളടക്കം ഗോഡൌണിൽ എത്തിച്ചോളാം. നാളെയല്ല, ഇന്ന്, ടുഡേ. ഇപ്പൊ തന്നെ നീ പോയി അവരെ മാറ്റണം. എനിക്കെന്തോ മനസ്സിലൊരു നെഗറ്റീവ് തോട്ട് വീണു കഴിഞ്ഞു. ഉടനെ അത് മാറ്റിയില്ലെങ്കിൽ ശരിയാവില്ല. നീ ഇപ്പൊ തന്നെ പോയേ പറ്റൂ. ശരി സർ, ഞാൻ പോവാം. അതാണ് നല്ലത്. ഒന്നും നാളത്തേക്ക് മാറ്റി വെക്കരുത്. ഓക്കെ സർ, ശരി. ആ, ഓക്കെ. ഇത് ചിലപ്പോ കൊറേ സമയം നിന്നേന്റെ ആയിരിക്കും. ഞാനൊന്ന് തടവി തരാം. ആ ദുർഗ ഉണ്ടായിരുന്നെങ്കിൽ തടവിപ്പിക്കായിരുന്നു. അമ്മയ്ക്ക് പാടല്ലേ? അതൊന്നും സാരമില്ല, കുറച്ചേരം ഞാൻ തടവി തരാം. എങ്ങനെയുണ്ട്? കൊള്ളാം. അമ്മ, ആ പാദം കൂടി ഒന്ന് പിടിച്ചു വിട്ടേ. ഇവിടെയാ? ഇവിടെ കൂടെ. ആ കിരണും ദുർഗ ഇവിടുന്ന് പോകാന്ന് സമ്മതിച്ചിരുന്നപ്പോഴാ ആക്സിഡന്റ് ഉണ്ടായത്. ഇനി അതുങ്ങൾ പോവോ എന്തോ, അതാ ഇപ്പൊ എന്റെ സങ്കടം. ഞാനും അത് ഓർത്തു. പിന്നെ ആക്സിഡന്റ് ആയ സ്ഥിതിക്ക് കൊറേ ദിവസം ആശുപത്രി തന്നെ ആയിരിക്കുമല്ലോ. തിരിച്ചിങ്ങോട്ട് വരാതെ അവിടുന്ന് തന്നെ അവരെ അങ്ങോട്ട് വിടാൻ എന്തെങ്കിലും വഴിയുണ്ടോ നോക്കണം. അങ്ങനെ സംഭവിച്ചാൽ അത് നല്ലതായിരുന്നു. എങ്ങനെയെങ്കിലും ഇവിടുന്ന് അവരെ രണ്ടിനെ ഒന്ന് മാറ്റി കിട്ടിയാൽ മതിയായിരുന്നു. പക്ഷെ നമ്മൾ പറയുന്ന പോലെ അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. അവര് രണ്ടുപേരും എന്തൊക്കെയോ മനസ്സിൽ കണക്ക് കൂട്ടിയിട്ടാ ഈ വീട്ടിനകത്ത് കയറി കൂടിയിരിക്കുന്നത്. അവരുടെ ലക്ഷ്യങ്ങൾ എന്തായാലും അത് സാധിച്ചെടുക്കാതെ ഇവിടെ നിറങ്ങുമെന്ന് എനിക്കൊരു വിശ്വാസമില്ല. അതുകൊണ്ടാ അവര് ചെല്ലാന്ന് മുത്തശ്ശിയോട് പറഞ്ഞു എന്ന് അമ്മ എന്നോട് പറഞ്ഞപ്പോ ഞാനൊരു സംശയം പറഞ്ഞത്. ഇനിയിപ്പോ ഇവിടുന്ന് പോവാതിരിക്കാൻ വേണ്ടി ആക്സിഡന്റ് അവരുണ്ടാക്കിയതാണോന്ന് പോലും നമുക്കറിയില്ല. ആക്സിഡന്റ് എങ്ങനെ ഉണ്ടാക്കി പറഞ്ഞൊന്നും അവർക്ക് ആശുപത്രി നിൽക്കാൻ പറ്റില്ലല്ലോ. പിന്നെ പൂർണിമ അങ്ങോട്ട് പോയിട്ടുള്ളതല്ലേ, കള്ളത്തരം കാണിച്ച് അവരുടെ മുന്നിലൊന്നും നിൽക്കാൻ പറ്റില്ലല്ലോ. അത് ശരിയാ. അല്ല മോളെ, ഈ പൃഥ്വി എങ്ങോട്ടേ രാത്രിയിൽ പോയത്? ആർക്കറിയാം? അതെന്താ നീ ചോദിച്ചില്ലേ? ഞാൻ ചോദിച്ചാലും ബിസിനസിന്റെ കാര്യത്തിനാണെന്നേ പറയൂ. ഈ പാതിരാത്രിക്ക് എന്ത് ബിസിനസ്? എനിക്കറിയില്ലമ്മേ. അതൊക്കെ നീ ശ്രദ്ധിക്കണ്ടേ? പൃഥ്വി എപ്പോഴും നിന്റെ നിയന്ത്രണത്തിലായിരിക്കണം. അതിന് വഴക്കുണ്ടാക്കണം, ബഹളം വെക്കണമെന്നൊന്നും അല്ല ഞാൻ പറയുന്നത്. അവന് നീ നിന്റെ സ്നേഹത്തിൽ തളച്ചിടണം. നീ പറയുന്നതേ അവൻ കേൾക്കാവൂ. നിന്റെ ചൊൽപ്പടിക്കവൻ നിന്നാലേ ഈ സ്വത്തുക്കളും വീടിന്റെ അധികാരവും നിന്റെ കൈകളിലേക്ക് എത്തിച്ചേരൂ. ഇതൊക്കെ ഞാൻ നിന്നോട് എത്ര പ്രാവശ്യം പറഞ്ഞു തന്നു മോളെ. അമ്മയ്ക്ക് ഇവിടെ ഇരുന്ന് വെറുതെ പറഞ്ഞാ മതി. അമ്മ ഉദ്ദേശിക്കുന്ന പോലൊന്നും അല്ല ഇവിടുത്തെ ആൾക്കാര്. നമ്മളൊക്കെ മനസ്സിൽ ചിന്തിക്കുമ്പോഴേ അതെല്ലാവർക്കും മനസ്സിലാവും. അതുകൊണ്ട് തന്നെ നമ്മൾ ആഗ്രഹിക്കുന്നതിന് എതിരായിട്ട് അവരെല്ലാം പ്രവർത്തിക്കും. അതിപ്പോ പൃഥ്വി ആണെങ്കിലും പൂർണിമേച്ചി ആണെങ്കിലും അങ്ങനെ തന്നെയാ. ഇത്രയും നാൾ അങ്ങനെയൊക്കെ ആയിരുന്നു എന്ന് കരുതി ഇപ്പൊ സാഹചര്യം മാറിയില്ലേ? നീ ഇപ്പൊ ഗർഭിണിയല്ലേ? ആ ഒരു ഒറ്റ കാര്യം മതി പൃഥ്വിയെ നിന്റെ കാൽ കീഴിൽ നിർത്താൻ. ഞാനും എനിക്കൊരു ആഗ്രഹമേ ഉള്ളു നാത്തൂനെ, ആ കിരണിനെ ജീവനോടെ തിരിച്ചു കിട്ടരുത്. എന്നിട്ട് ഇനിയുള്ള ജീവിതകാലം മുഴുവൻ അവള് ആ ദുർഗ ഒരു വിധവയായിട്ട് ജീവിക്കണം. എന്റെ സിന്ദൂരം മായിച്ച ജയശ്രീയുടെ മകളും ഒരു വിധവയായിട്ട് ജീവിച്ച് മരിക്കണം. അപ്പോഴേ എന്റെ മനസ്സിന് സ്വസ്ഥത കിട്ടും. ഗിരിജെ, കാര്യങ്ങളുടെ പോക്ക് കണ്ടിട്ട് അങ്ങനെ തന്നെ സംഭവിക്കുന്ന തോന്നുന്നത്. പക്ഷേ അവന് രാത്രിയിൽ ആരോ ബ്ലഡ് കൊടുത്തു എന്നും പറയുന്നുണ്ട്. ഇല്ല നാത്തൂനെ, അവൻ രക്ഷപ്പെടില്ല, എനിക്കത് ഉറപ്പാ. അത് തന്നെ എന്റെ പ്രാർത്ഥന. പിന്നെ ദുർഗയുടെ ഐശ്വര്യം വെച്ച് നോക്കുമ്പോ അവൾക്ക് ഭർത്താവ് വാഴുന്ന ലക്ഷണമൊന്നുമില്ല. നാത്തൂന്റെ നാവ് പൊന്നായിരിക്കട്ടെ. ഒരു ജീവിതകാലം കൊണ്ട് ഞാൻ കുടിച്ച കണ്ണുനീരിന് അങ്ങനെയെങ്കിലും ഒരു ഫലം ഉണ്ടാവണം.
സത്യം പറഞ്ഞ നിന്റെ ഈ സന്തോഷം കേൾക്കാൻ വേണ്ടി ഞാനിപ്പോ വിളിച്ചത് തന്നെ. എനിക്കറിയാം. ഇനി അഥവാ അവൻ രക്ഷപ്പെട്ട് വന്നാലും ഉടനെ തന്നെ അവനെ തേടി ഈ അവസ്ഥ വീണ്ടും വരുമെന്ന് ഉറപ്പാ. ഗിരിജെ, എന്റെ പേടി മറ്റൊന്നാ. എന്താ നാത്തൂനെ? ആ നാശം പിടിച്ചവര് ഇവിടെ നിന്ന് ഇറങ്ങൂന്ന് പറഞ്ഞിരുന്നപ്പോഴല്ലേ ഈ പ്രശ്നം ഉണ്ടായത്. ഇനി ഇതിന്റെ പേരും പറഞ്ഞ് രണ്ടും കൂടെ ഇവിടുന്ന് ഇറങ്ങാതിരിക്കുമെന്ന എന്റെ പേടി. അത് ശരിയാണല്ലോ. നമ്മൾ കുറെ പാടുപെട്ടിട്ടാ രണ്ടിനെ അവിടെ നിന്ന് ഇറങ്ങണമെന്ന് പറയുന്ന അവസ്ഥയിൽ എത്തിച്ചത്. അതെ, ഇനി ഇവറ്റകളുടെ മനസ്സ് മാറിയ നമ്മൾ എന്ത് ചെയ്യും? നാത്തും വിഷമിക്കാതെ, അങ്ങനെയൊന്നും സംഭവിക്കില്ല. ഇനി അഥവാ അങ്ങനെ ഉണ്ടായാൽ തന്നെ ഞാനും കൂടി അവിടേക്ക് വരാം. എന്നിട്ട് നമുക്ക് രണ്ടിനെയും കൂടി അവിടെ നിന്ന് പായിക്കാം. സത്യം പറയാലോ ഗിരിജെ, നീ കൂടി ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ എപ്പോഴും ഓർക്കും. പക്ഷെ എന്ത് ചെയ്യാനാ? എനിക്കറിയാം നാത്തൂനെ. നാത്തൂൻ ധൈര്യമായിട്ടിരുന്നോ. നാത്തൂന് ഒരു ആവശ്യം വരുന്ന സമയത്ത് ഈ ഗിരിജ അവിടെ ഉണ്ടായിരിക്കും. അത് മതി. ആ പിന്നെ ഗിരിജെ, നീ മാക്സിമം അമ്മയും മോനെയും കിരണിന്റെ കാര്യം പറഞ്ഞ് പേടിപ്പിക്കണം. കൊച്ചുമകള് വിധവയായാലും ഓർത്ത് നിന്റെ അമ്മ കിടന്ന് നീറട്ടെ. അത് പിന്നെ നാത്തും പറഞ്ഞില്ലെങ്കിലും ഞാൻ ചെയ്യൂന്നറിയില്ലേ. അമ്മയും മോനും ഇവിടെ ഇങ്ങനെ ഉണ്ടെന്നേ ഉള്ളൂ. മനസ്സുകൊണ്ട് ദുർഗയുടെ ഒപ്പ. ഓ, അമ്മയാണെങ്കിൽ രാവിലെ കാര്യമായി പൂജയൊക്കെ നടത്തുന്നത് കണ്ടു. ഇങ്ങനെയൊരു തള്ള. എന്നാലും ആ നാശം പിടിച്ചവൻ ആരാണാവോ ബ്ലഡ് കൊടുത്തത്? ബ്ലഡ് കിട്ടാതെ അവൻ ചത്തുപോകുന്നു ഞാൻ സ്വപ്നം കണ്ടായിരുന്നു. ഞാനും. സാരമില്ല,